പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എക്സസൈസ് സെറ്റ് 2.1 ആണ്. ഇതിനു മുമ്പുള്ള പോർഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ്. നമുക്ക് ഈ തന്നിരിക്കുന്ന പോളിനോമിയൽസിൻ്റെ ഡിഗ്രീസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിലെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് വൺ 2x² - 5x + 3. ഇവിടെ ഹയസ്റ്റ് പവർ എന്താണ്? 2 ആണ് ഹയസ്റ്റ് പവർ. അതുകൊണ്ട് ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ഈസ് 2. ഇനി y³ + 2y - 1. ഇവിടുത്തെ ഹയസ്റ്റ് പവർ 3 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡിഗ്രി 3. അടുത്തത് -9. -9 എന്താണ്? എങ്ങനത്തെ പോളിനോമിയലാണ്? കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ മീൻസ് ഇവിടെ ഒന്നെങ്കിൽ x⁻0 അല്ലെങ്കിൽ y⁻0 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി ഈസ് 0. അടുത്തത് 4z - 3. ഇവിടെ ഡിഗ്രി എന്താണ്? ഹയസ്റ്റ് പവർ 1 ആണ് അല്ലേ? z മീൻസ് z⁻1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി 1. അടുത്തത് റൈറ്റ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രീസ് 1, 2 and 3. അപ്പോൾ ഡിഗ്രി 1ഉം ഡിഗ്രി 2ഉം ഡിഗ്രി 3ഉം വരുന്ന പോളിനോമിയൽസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ എന്താണ്? ലീനിയർ പോളിനോമിയൽ ആണ് അല്ലേ? അപ്പോൾ ഡിഗ്രി 1 വരുന്നത് ലീനിയർ പോളിനോമിയലാണ്. അപ്പോൾ ലീനിയർ പോളിനോമിയൽ നമുക്ക് എന്തെഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. 4x + 3. ഇവിടെ ഡിഗ്രി 1 ആണ്. അതുകൊണ്ട് ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. അടുത്തത് ഡിഗ്രി 2 വരുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അല്ലേ? അപ്പോൾ ഡിഗ്രി 2 വരുന്നത് നമുക്ക് എന്തെഴുതാം? x² + 5x + 4 ഇങ്ങനെ എഴുതാം. ഇവിടെ ഡിഗ്രി 2 ആണ്. ഇനി അടുത്തത് ഡിഗ്രി 3 വരുന്നത്. ഡിഗ്രി 3 വരുന്നതിനെ എന്ത് വിളിക്കും? ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കും. എക്സാമ്പിൾ എന്തെഴുതാം? 3x³ അതായത് ഡിഗ്രി 3 എഴുതുമ്പോൾ പവർ 3 വരുന്ന ടേം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ 3x³ - 2x² + x + 4. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഇനി അടുത്തത് വാട്ട് ആർ ദി കോഎഫിഷ്യൻസ് ഓഫ് x² ആൻഡ് x³ ഇൻ ദ പോളിനോമിയൽ. അപ്പോൾ x²ൻ്റെയും x³ കോഎഫിഷ്യൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x² വരുന്ന ഏതാണ്? ഇതാണ് x² വരുന്നത്. x² കോഎഫിഷ്യൻ്റ് ഈസ് 6. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x² ഈസ് ഈക്വൽ ടു 6. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് x³ ഈസ് ഈക്വൽ ടു x³ കോഎഫിഷ്യൻ്റ് എന്താണ്? -3. അപ്പോൾ സൈനും കൂടെ ചേർത്ത് എഴുതണം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതില്ല. അതുകൊണ്ടാണ് വെറും 6 എഴുതിയത്. പക്ഷേ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവും കൂടെ ചേർത്തിട്ട് എഴുതണം. അപ്പോൾ x³ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് z ഇൻ ദ പോളിനോമിയൽ 4z³ + 5z² - 11. ഇതിനകത്ത് z കോഎഫിഷ്യൻ്റ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ പോളിനോമിയൽ 4z³ + 5z² - 11 ആണ്. അപ്പോൾ 3 വരുന്ന ടേം ഉണ്ട്, പവർ 3 വരുന്ന ടേം ഉണ്ട്, 2 വരുന്ന ടേം ഉണ്ട്. പക്ഷേ z എന്ന് പറയുമ്പം പവർ 1 ആണ്. ആ ടേം ഇല്ല അല്ലേ? അതുകൊണ്ട് നമുക്കതിനെ 0 കൊടുത്ത് ഇവിടെ ഇങ്ങനെ എഴുതാം. -11. നമ്മുടെ പോളിനോമിയലിനെ നമുക്കിങ്ങനെ എഴുതാം. ഏതെങ്കിലും ടേം മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 0 കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ z കോഎഫിഷ്യൻ്റ് എന്താണ്? 0 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് z ഈസ് 0. അടുത്തത് വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഓഫ് ദി പോളിനോമിയൽ 9x³ + 5x² - 8x - 10. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് വെച്ചാൽ എന്താ? വേരിയബിൾ ഇല്ലാത്ത ടേമിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വേരിയബിൾ ഇല്ലാത്തത് ഈ -10 അപ്പോൾ -10 ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.1 കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.